ഹരി, വികാരവിക്ഷുബ്ധരാണ്. നേതാക്കളുടെ വാക്കുകൾക്ക് അടിപ്പെട്ട് നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വലിയ തോതിൽ രാഷ്ട്രീയ പ്രതിഷേധം അണികൾക്കിടയിൽ ഉണ്ടാകുന്നത് നമുക്ക് ദൃശ്യമാണ്. മധു, വളരെ വൈകാരികമായി തന്നെയാണ് പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. നേരത്തെ കുത്തിക്കൊണ്ടായിരുന്നു ആ പ്രതിഷേധമെങ്കിൽ ഇപ്പോൾ എം വി ഗോവിന്ദന്റെ നേതൃത്വത്തിലുള്ള ആ ഒരു കുത്തിയിരിപ്പ് സമരം ഇപ്പോൾ മാറി പ്രവർത്തകർ എഴുന്നേറ്റ് നിന്ന് പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഗേറ്റിന് മുൻപിൽ നിന്നുകൊണ്ട് കേന്ദ്രസേനയ്ക്ക് നേരെ ആക്രോശിക്കുന്ന പ്രവർത്തകരാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അവർ പൂർണ്ണമായിട്ടും വൈകാരികമായി തന്നെയാണ് പ്രതികരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രിയും പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗവുമായിട്ടുള്ള പിണറായി വിജയനെ അകത്ത് തടഞ്ഞു വെച്ചിരിക്കുകയാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് നേതാക്കളും പ്രവർത്തകരും ഒക്കെ തന്നെ ഈ വീടിന് മുമ്പിൽ വന്നിരുന്ന കഴിഞ്ഞ ഏറെ നേരമായി മണിക്കൂറുകളായി ഇത്തരത്തിൽ പ്രതിഷേധിക്കുന്നത്. ഇപ്പോൾ ഇ ഡി ഗോ ബാക്ക് എന്നുള്ള മുദ്രാവാക്യം ആവർത്തിച്ച് മുഴക്കിക്കൊണ്ടാണ് ഈ പ്രതിഷേധം മുന്നോട്ട് പോകുന്നത്. എല്ലാ നേതാക്കളും പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ നേതൃത്വം നൽകുന്ന പ്രതിഷേധം കൂടിയാണ് ബേക്കറി ജംഗ്ഷനിലെ പുതിയ വാടക വീടിന് മുൻപിൽ കാണുന്നത്. മുൻ മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ള നേതാക്കൾ എല്ലാവരും തന്നെ പാർട്ടിയുടെ പോഷക സംഘടനകളിൽ നിന്നുള്ള എല്ലാ പ്രവർത്തകരും ചേർന്നുകൊണ്ട് ഈ റോഡ് രാവിലെ കണ്ട കാഴ്ചയല്ല. രാവിലെ പ്രവർത്തകരൊക്കെ തന്നെ വന്നു തുടങ്ങിയത് 9 മണിക്ക് ശേഷമാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ പ്രവർത്തകർ എല്ലാവരും തന്നെ ഒരു ജനസാഗരം എന്ന് തന്നെ പറയാൻ കഴിയും. ഈ വഴി പിണറായി വിജയന്റെ വീടിന് മുൻപിൽ കൂടി പോകുന്ന ഈ വഴിയിൽ ഒരു തരത്തിലും വാഹനങ്ങൾ പോകാൻ കഴിയാത്ത വിധത്തിലേക്ക് പ്രവർത്തകർ തടിച്ചുകൂടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അവരെല്ലാവരും തന്നെ മണിക്കൂറുകളായി വെയിലും മഴയും മാറി മാറി വന്നിട്ടും ഇവിടെ തന്നെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. ആവർത്തിച്ച കോഴിക്കോട് നിന്നുള്ള പ്രതിഷേധമാണ്. വലിയ പോലീസ് സന്നാഹം കൂടി നിലയുറപ്പിച്ചിട്ടുണ്ട്. പലയിടങ്ങളിലും വളരെ വൈകാരികമായി തന്നെ അണികളുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസും വലിയ സന്നാഹം എടുക്കുന്നുണ്ട്. മാർച്ച് കടന്നു വരുന്നതിന് മുന്നോടിയായി പോലീസിന്റെ വാഹനം കടന്നു പോകുന്നുണ്ട്. അതിന് പിന്നാലെ പോലീസിന്റെ ഒരു നിരയുണ്ട്. അതിനും പിന്നാലെയാണ് ഇപ്പോൾ പ്രതിഷേധക്കാർ കടന്നു വരികയും ചെയ്യുന്നത്. ബാനർ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തന്നെയാണ് കോഴിക്കോടും പ്രതിഷേധം കടന്നു വരുന്നത്. കോഴിക്കോട് വലിയ പ്രതിഷേധം, കൊച്ചിയിൽ വലിയ പ്രതിഷേധം. റാംഷാ വിവരങ്ങളുമായി ചേരുകയാണ്. റാംഷാ, മുൻമന്ത്രി പി രാജീവിനെ അടക്കം നമുക്ക് പ്രതിഷേധ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. എം സ്വരാജ് അടക്കമുള്ളവരുണ്ട്. സംസ്ഥാന വ്യാപകമായുള്ള പ്രതിഷേധം കൊച്ചിയിലും ശക്തമായി നടക്കുന്നു. അത് വലിയ പ്രതിഷേധം തന്നെയാണ് കൊച്ചിയിലും നടക്കുന്നത്. എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അല്പസമയം മുമ്പ് പ്രതിഷേധ പ്രകടനം ആരംഭിച്ചത്. ഇതിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എം സ്വരാജും പി രാജീവും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ പ്രതിഷേധ പ്രകടനത്തിന്റെ ഭാഗമായി ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. വലിയ പ്രതിഷേധം തന്നെയാണ് എറണാകുളത്തും നടന്നു വരുന്നത്. ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ നേതൃത്വം കൊടുത്തുകൊണ്ട് എം സ്വരാജ് പി രാജീവും ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടുള്ള വലിയ ജന പങ്കാളിത്തത്തോടു കൂടിയുള്ള പ്രതിഷേധ പ്രകടനമാണ് ഇപ്പോൾ മേനകയിൽ എത്തി ഇവിടെ പ്രതിഷേധ പ്രകടനം സമാപിച്ചിരിക്കുന്നത്. ഇവിടെ അല്പസമയത്തിനകം CPM-ന്റെ നേതാക്കൾ പി രാജീവും എം സ്വരാജും ഉൾപ്പെടെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിണറായി വിജയൻ CPM-നെ സംബന്ധിച്ച് ഏറ്റവും മുതിർന്ന നേതാവാണ്. CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗമാണ്. അത്തരമൊരു നേതാവിനെ വേട്ടയാടാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. അതിന് കോൺഗ്രസും കുടപിടിക്കുന്നുവെന്ന ആരോപണമാണ് എന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങളാണ് ഇവിടെ ഇപ്പോൾ മുഴങ്ങിക്കെട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം CPM-ന്റെ നേതാക്കൾ, അതിൽ ജില്ലാ സെക്രട്ടറി എസ് സതീഷ് ഉൾപ്പെടെയുള്ള ആളുകൾ, പി രാജീവും എം സ്വരാജും ഉൾപ്പെടെയുള്ള നേതാക്കളാണ് എറണാകുളത്തെ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം കൊടുത്തത്.